ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിംല ആൻസസ് വ്ലോഗ്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? ഞാനും ഇവിടെ കുഴപ്പമില്ല, ഹാപ്പിയാണ്. അതെ, ഹാപ്പിയാണ് കേട്ടോ. പുറത്തുനിന്ന് വെയിലടിച്ചിട്ട് ജനലിൽ നിന്ന് അതിൻ്റെ ഷെയ്ഡ് എൻ്റെ ദേഹത്തേക്കും അടിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ ശബ്ദം പോയിരിക്കുക ഗൈസ്. പനി പിടിച്ചു, ഓൾറെഡി ശബ്ദം പോയിട്ടുണ്ടായിരുന്നു. അത് പതുക്കെ ഒന്ന് തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ ഒരു മെഹന്തി ഫംഗ്ഷൻ ഉണ്ട്. ശരിയാണ്, മെഹന്തി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിന് പോയി കാറിക്കൂവി വീണ്ടും ശബ്ദം പോയി ഗൈസ്. ഇന്നലെ ഞാൻ വന്നപ്പോൾ 12:30 മണിയായി, രാത്രി 12:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അത്യാവശ്യമായിട്ടുള്ളത്. അതായത് നാളെ കല്യാണത്തിനിടാൻ വേണ്ടിയിട്ട്. കല്യാണമാണ്, മെഹന്തിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാനേ അടുപ്പിച്ച് കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് എപ്പോഴും അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബാക്കപ്പിന് വേണ്ടി കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെക്കുവാണ്. എന്നിട്ട് ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഹൽദിയുടെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇട്ടാലായിരിക്കുമല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുക എന്താണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. എൻ്റെ മാമായുടെ മോൻ്റെ കല്യാണമായിരുന്നു എന്നല്ല, കല്യാണമാണ് 28-ാം തീയതി. അപ്പോൾ അതിന് ഹൽദി, മെഹന്തി, സംഗീത്, അങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു മെഹന്തി ഫങ്ഷൻ. അപ്പോൾ അതിന് പോയി തിരിച്ച് ടൂറിസ്റ്റ് ബസ്സായിരുന്നു ഗൈസ്. അതിൽ പാട്ടൊക്കെ ഇട്ട് തകർത്ത് ഡാൻസൊക്കെ കളിച്ച് കൂവി വിളിച്ച് തൊണ്ടയൊക്കെ പോയി. അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടും ഇന്ന് എണീറ്റപ്പോൾ ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ട് വീട്ടിലോട്ട് പോവാണ്. പൊന്നു പ്രസവിച്ച് കിടക്കുവാണ്. അപ്പം പൊന്നുവിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട്, ഡെലിവറിക്ക് മുന്നേ നമ്മൾ വാക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ ഹാജരാവും, ഉമ്മച്ചിയെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യം. എന്നിട്ട് ഞാൻ ഒരു ദിവസം പോലും പോയില്ല ഗൈസ്. അതാണ് ഇതിൻ്റെ ഇടയിൽ ഓടി ഒന്ന് പോയിട്ട് പിള്ളേരെ അവിടെ ആക്കാനും അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി തിരിച്ചു വന്നതല്ലാണ്ട് ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും പോയിട്ടില്ല. അത് മനഃപൂർവ്വമല്ല കേട്ടോ, എൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ്. നമുക്ക് കുറച്ചധികം സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ കല്യാണത്തിൻ്റെ തിരക്ക്. പിന്നെ എനിക്ക് പനി പിടിച്ച് കിടപ്പായിപ്പോയി കുറച്ച് ദിവസം. അതുകൊണ്ടാണ് എനിക്ക് ഒന്നിനും പറ്റാണ്ടിരുന്നത്. ഇന്ന് എന്തൊക്കെ വന്നാലും പോകുന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ. അതുകൊണ്ട് അരി അടുപ്പത്ത് കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടോ ഗായ്സ്? ഇവിടെ ചോറ് കലം അടുപ്പത്തിരിക്കുന്നുണ്ട്. പുട്ടിനുള്ള മാവ് നനച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എപ്പോഴും നല്ലത് പുട്ടാണ് ഗൈസ്. തള്ളാണ് അതല്ല, ഞാൻ വാപ്പായി മാത്രമേ ഉള്ളൂ കേട്ടോ. പിള്ളേഴ്സ് വീട്ടിലാണ് 2 ദിവസമായിട്ട്. ഇന്ന് അവരെ വിളിക്കണം. എന്നിട്ട് നാളെയാണ് നമ്മുടെ കല്യാണം. കല്യാണത്തിന് പോകുന്നതുകൊണ്ട് ഇന്ന് എന്തായാലും പിള്ളേഴ്സിനെ വിളിച്ചിട്ട് വരും ഇൻഷാ അല്ലാ. അതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന പരിപാടി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പുട്ടിൻ്റെ മാവ് നനച്ച് വെച്ചിട്ട് എനിക്കൊരു ബ്ലൗസിൻ്റെ ഹൂക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. 1 അല്ല 2 എണ്ണം കേട്ടോ. തച്ച് തീർത്ത് വെച്ചു. എൻ്റെ ഹൂക്കും കൂടെ പിടിപ്പിച്ചാൽ ആ സെക്ഷൻ കംപ്ലീറ്റ് ആയി. അതായത് എൻ്റെ കസിൻ്റെ ഡ്രസ്സാട്ടോ, അവർക്ക് നാളെ കല്യാണത്തിന് ഇടാനുള്ളതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് വെച്ചാൽ ഞാൻ റെഡിയാണ്. നമ്മുടെ വീട്ടു ജോലി, അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും പരിപാടികളും, ഹെയർ അക്സസറീസിൻ്റെ കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും വേറെ, അങ്ങനെ കുറേ ഒരു 24 മണിക്കൂറിൽ നമ്മൾ ഓടിയെത്തൂല ഗൈസ്. അതിൻ്റെ കൂടെ ആരോഗ്യ പ്രശ്നങ്ങളും കൂടെ വന്നാൽ നമ്മൾ പെട്ടു. പക്ഷേ അൽഹംദുലില്ലാ എപ്പോഴും നമുക്ക് ജോലി ഉണ്ടാവട്ടെ അല്ലേ. ഒരു ഏണിങ്സിനും കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും നമുക്ക് ജോലി നല്ലതാണ് അല്ലേ, എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാനിനി പോയിട്ട് കുക്ക് പിടിപ്പിച്ചിട്ട് വരട്ടെ. അപ്പോഴേക്കും വെള്ളം അരി ഇട്ടിട്ട് പോവല്ലേ. അരി ഇട്ടിട്ട് പോയിട്ട് വരാം. എന്നെ കണ്ടിട്ട് നിങ്ങൾക്കൊരു ഒരു ഭ്രാന്തി ലുക്കൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഗൈസ്. അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ അടിപൊളിയായിരുന്നു കേട്ടോ. മാഷാഅല്ലാ, ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴത്തേക്കും വണ്ടിയിൽ മൈക്കൊക്കെ വെച്ചിട്ട് മാമായും ഫ്രണ്ട്സും ഒക്കെ പാട്ട് പാടുമായിരുന്നു കേട്ടോ, പഴയ പാട്ടുകൾ. പിന്നെ തിരിച്ചു വന്നപ്പോഴായിരുന്നു ഗൈസ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പാട്ടൊക്കെ ഇട്ടിട്ട് തകർത്തെന്ന് പറഞ്ഞാൽ തകർത്ത് പൊളിച്ചടുക്കി. മാഷാഅല്ലാ ഞാൻ പ്രതീക്ഷിക്കാത്ത പല ആൾക്കാരും ഡാൻസ് കളിച്ചും എൻജോയ് ചെയ്തും കണ്ടു കേട്ടോ. ശരിക്കും ഞാൻ ഭയങ്കര വൈബിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ എനിക്ക് വല്ലപ്പോഴും കൂടി എനിക്ക് അവസരം കിട്ടാറുള്ളൂ. എന്തായാലും പൊളിയായിരുന്നു, തകർത്തടുക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും ഫംഗ്ഷൻ ഉണ്ട് ചെറുക്കൻ്റെ വീട്ടിൽ, തലേ ദിവസമാണ്. പക്ഷെ ഇന്ന് എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നും കൂടി ഞാൻ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം ആകുമ്പോഴേക്കും
അതായത് നാളെ കല്യാണം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ കിടപ്പായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ടയേർഡായിട്ടുണ്ട്. തൊണ്ടയാണെങ്കിലും ബാക്ക് പെയിൻ ആണെങ്കിലും പിന്നെ തയ്ക്കാനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് റെസ്റ്റ് കിട്ടുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതിൽ എനിക്ക് ഉണ്ടെന്ന് പിന്നെ വീട്ടിലും പോകണം. അപ്പോൾ കല്ലമ്പലത്ത് എന്നിട്ട് വിളിച്ചാലിക്കാക്കി തരാമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഓട്ടോ കിട്ടുമായിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ നിച്ചുവിനെ വിളിക്കണം കേട്ടോ. അലിമയുടെ മോളാണ്, അവൾ പോകുന്ന സമയത്ത് ഇത്തയുടെ കൂടെ പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. പറ്റൂലായിരിക്കും, കാരണം എനിക്ക് ചോറ് വെക്കണം, എന്തെങ്കിലും 1-2 കറി ഉണ്ടാക്കി വാപ്പാക്കുള്ള ഫുഡ് എടുത്ത് വെച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ധൃതി പിടിക്കണം കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ വാപ്പാക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇച്ചിരി സമാധാനത്തിൽ നമുക്ക് വരാൻ പറ്റും. ഇച്ചിരി ഉച്ചയൊന്നും കഴിഞ്ഞു പോയാലും പ്രശ്നമില്ല. ഞാനിവിടെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു 3:30 ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പക്ഷേ ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് 1 മണിയാകുമ്പോഴേ ഇങ്ങനെ ഫുഡ് കൊടുത്തില്ലല്ലോ എന്നൊരു തോന്നൽ വരും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, ഇപ്പോൾ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ പോവും, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി ഇവിടെ അടുത്ത് വാപ്പാടെ അടുത്ത് കൊണ്ടുപോയി അടച്ചു വെച്ചിട്ട് കേട്ടോ പോകും. അതാകുമ്പോൾ അപ്പൊക്കെ ആവശ്യമുള്ളപ്പോൾ വാപ്പ എടുത്ത് കഴിച്ചു, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇതെല്ലാം ഒന്ന് ഒതുക്കി പറക്കണം. പിന്നെ കുറേ പരിപാടീസുണ്ട്, കേസ് വൃത്തിയാക്കാനും തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത്. എനിക്ക് കല്യാണം ഡിസംബർ നമുക്ക് അത്യാവശ്യം തിരക്കുള്ള ഒരു മാസമായിരിക്കും. കല്യാണ സീസണും പിന്നെ ഇതെന്താണ് ക്രിസ്മസിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചധികം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും അങ്ങനെയൊക്കെ കാണും കേട്ടോ. ചെയ്ത് കൊടുക്കാനൊക്കെയുള്ള വർക്കുകൾ കുറച്ച് കാണും. പിന്നെ നമ്മുടെ ഹെയർ ആക്സസറീസ് ക്രിസ്മസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായി പറയുന്നത്, എന്ത് വർക്കുകളാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കേട്ടോ, ഫാഷൻ ഡിസൈനിങ്ങാണ് ഗൈസ്. അപ്പം നമ്മൾ ഡ്രസ്സുകളൊക്കെ ഓൺലൈൻ ഓർഡർ എടുത്തിട്ടും അല്ലാണ്ടും ഒക്കെ ചെയ്ത് കൊടുക്കും, ഡിസൈൻ ചെയ്യും. പിന്നെ ഹെയർ ആക്സസറീസ് എന്ന് പറയുന്ന സംഭവങ്ങൾ മേക്ക് ചെയ്യാനുള്ള പ്രോഡക്റ്റ് സെയിൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്ലൈഡ് ബണ്ണ് ഐറ്റംസ് ഒക്കെ ഇല്ലേ, മാലവള, അതൊക്കെ ഞാൻ സെയിൽ ചെയ്യും. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഉമ്മ വിളിക്കുന്നുണ്ട്, ഇവിടെ നിന്നിട്ട് എടുത്ത് ഉമ്മച്ചിയുടെ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നേരെ റെഡിയായി ഇറങ്ങി ഗൈസ്. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ വീട്ടിൽ പോവാണ്. ഉമ്മച്ചി ഇന്ന് കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പം ഞാനവിടെ പോയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഭാഗ്യത്തിന് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരെ കല്ലമ്പലത്തിൽ പോകണം, 1-2 സാധനങ്ങൾ വാങ്ങിക്കണം, അവിടെ നിൽക്കുക വീട്ടിയാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ യാത്ര. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. ബാക്കി വീഡിയോസുമായിട്ട് നാളെ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ.